നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ പുരോഗതി മന്ദഗതിയിൽ 37% പഞ്ചായത്തുകൾ മാത്രമേ ഓൺലൈൻ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നുള്ളൂ. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും ഡിജിറ്റൽ ആസൂത്രണം നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 37% പഞ്ചായത്തുകൾ മാത്രമാണ് ഓൺലൈൻ പേയ്മെന്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇഗ്രാം സ്വരാജ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത 191 ഗ്രാമപഞ്ചായത്തുകളിൽ 189 എണ്ണം ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ 71 പഞ്ചായത്തുകൾ മാത്രമാണ് ഓൺലൈൻ പേയ്മെന്റ് സൗകര്യം നൽകുന്നത്. ഈ 71 പഞ്ചായത്തുകളിലൂടെ 502 അപേക്ഷകൾ പ്രോസസ്സ് ചെയ്തു. 8 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഈ പഞ്ചായത്ത് മിഷൻ മോഡ് പ്രോജക്ട് ഗ്രാമീണ ഭാരതത്തിൽ സുതാര്യതയും കാര്യക്ഷമതയും കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നു. ഇഗ്രാം സ്വരാജ് പ്ലാറ്റ്ഫോം ആസൂത്രണം, ബജറ്റിംഗ്, അക്കൗണ്ടിംഗ്, മോണിറ്ററിംഗ് എന്നിവ ഓൺലൈനിൽ എളുപ്പമാക്കുന്നു. പഞ്ചായത്ത് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാ പഞ്ചായത്തുകൾക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാണെന്നാണ്. എന്നാൽ ജനങ്ങൾക്ക് പൂർണ്ണമായ ഓൺലൈൻ സേവനങ്ങൾ ലഭിക്കാൻ ഗ്രാമതലത്തിൽ കൂടുതൽ അവബോധം ആവശ്യമാണ്. വാസ്കോയിൽ കെട്ടിടത്തിന്റെ ബാൽക്കണികൾ തകർന്നു വീണു. വാസ്കോയിൽ വെള്ളിയാഴ്ച രാവിലെ ഹാപ്പി അപ്പാർട്ട്മെന്റിന്റെ 2 ബാൽക്കണികൾ തകർന്നു വീണ സംഭവം ഭീതി പടർത്തി. ഭാഗ്യവശാൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. വാസ്കോ MLA കൃഷ്ണ സാൽക്കർ, കൗൺസിലർ ഷമി സാൽക്കറിനൊപ്പം സ്ഥലത്തെത്തി മാമലദാർ, ട്രാഫിക് സെൽ, ഫയർ ബ്രിഗേഡ് എന്നിവരെ വിവരമറിയിച്ചു. ഉദ്യോഗസ്ഥർ എത്തി നാശനഷ്ടം വിലയിരുത്തി. ഈ കെട്ടിടത്തിന്റെ ഉടമകളെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് സാൽക്കർ ആവശ്യപ്പെട്ടു. വാസ്കോ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ഒരു കെട്ടിടം എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗണേശ് ചതുർത്ഥി ആയതിനാൽ ആളുകൾ ഇല്ലാതിരുന്നത് ദുരന്തം ഒഴിവാക്കി. ഉടമകൾക്ക് പിഴ ചുമത്തി നഷ്ടപരിഹാരം ഈടാക്കണമെന്നും 300 FAR സ്കീം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സൗത്ത് ഗോവയ്ക്ക് ആശ്വാസം. ജില്ലാ ആശുപത്രി 500 കിടക്കകളുടെ ശേഷിയിലെത്തി. സൗത്ത് ഗോവയിലെ പൊതുജനാരോഗ്യ രംഗത്ത് നാഴികക്കല്ലായി ജില്ലാ ആശുപത്രി 500 കിടക്കകളുടെ പൂർണ്ണ ശേഷിയിലെത്തി. ഇനി മുതൽ രോഗികൾക്ക് കിടക്കകളുടെ ലഭ്യതക്കുറവ് മൂലം വീൽചെയറിലോ സ്ട്രെച്ചറിലോ ചികിത്സ തേടേണ്ടി വരില്ല. 350 കിടക്കകളിൽ നിന്ന് 150 കിടക്കകൾ കൂട്ടിച്ചേർത്താണ് ആശുപത്രി 500 കിടക്കകളുടെ ശേഷിയിലെത്തിയത്. 2020 സെപ്റ്റംബറിൽ കോവിഡ് മഹാമാരിയുടെ ഉച്ചസ്ഥായിയിൽ ആരംഭിച്ച ഈ ആശുപത്രി ഇതുവരെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിച്ചിരുന്നില്ല. ആരോഗ്യമന്ത്രി വിശ്വജിത് റാണയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജേന്ദ്ര ബോർക്കർ 150 കിടക്കകൾ കൂട്ടിച്ചേർത്തതായി സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ തിരക്ക് വർദ്ധിച്ചപ്പോൾ രോഗികൾ വീൽചെയറുകളിലോ ട്രോളികളിലോ കാത്തിരിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ 500 കിടക്കകളുടെ ശേഷി ഉപയോഗപ്പെടുത്തി എല്ലാ രോഗികൾക്കും കിടക്കകൾ ലഭ്യമാണ്. അടിയന്തര സാഹചര്യങ്ങൾ ഒഴികെ ഇനി രോഗികൾക്ക് വീൽചെയറുകളിൽ ചികിത്സ തേടേണ്ടി വരില്ലെന്ന് ഡോക്ടർ ബോർക്കർ അറിയിച്ചു. 45 ദിവസത്തിനുള്ളിൽ 400-ലധികം റേഷൻ കാർഡുകൾ കൈമാറി. ഗോവയിൽ വാർഷിക വരുമാനം വർദ്ധിക്കുകയും കാറ്റഗറി പരിധി കവിയുകയും ചെയ്തതിനാൽ കഴിഞ്ഞ 45 ദിവസത്തിനുള്ളിൽ 400-ലധികം റേഷൻ കാർഡുകൾ ഗുണഭോക്തൃ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. നോർത്ത് ഗോവയിൽ 246, സൗത്ത് ഗോവയിൽ 141 കാർഡുകൾ കൈമാറപ്പെട്ടു. ഇതിൽ 89% NFSA, BPL വിഭാഗങ്ങളിൽ നിന്നാണ്. 10% മാത്രമാണ് APL കാർഡുകൾ. സംസ്ഥാനത്ത് 2.62 ലക്ഷം സജീവ റേഷൻ കാർഡുകളുണ്ട്. ഇതിൽ 1.24 ലക്ഷം PHH, AAY കാർഡുകളാണ്. ജൂലൈ ഓഗസ്റ്റിൽ 387 NFSA കാർഡുകളും 44 APL കാർഡുകളും കൈമാറപ്പെട്ടു. 103 പുതിയ കാർഡുകൾ പ്രധാനമായും നോർത്ത് ഗോവയിൽ നൽകപ്പെട്ടു. ഡിജിറ്റൽ KYC നിർബന്ധമാക്കിയത് ഉപഭോക്തൃ വിവരങ്ങൾ പരിശോധിക്കാൻ സഹായകമായി. SC/ST വിഭാഗത്തിൽ വരുമാനം 50,000 മുതൽ 1 ലക്ഷം കവിയുന്നവർ NFSA കാർഡ് കൈമാറണം. 5 ലക്ഷം കവിഞ്ഞാൽ BPL കാർഡും കൈമാറണം. കാന്തോളം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയും ശക്തമായ കാറ്റും കാരണം കാന്തോളം കലങ്കൂത്ത് റോഡിൽ വെള്ളിയാഴ്ച രാവിലെ ഒരു വലിയ മരം വീണതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസങ്ങളായി തീരപ്രദേശത്ത് തുടർച്ചയായ മഴയും കാറ്റും അനുഭവപ്പെട്ടിരുന്നു. ഗണേശ് ചതുർത്ഥി കാരണം സ്കൂളുകൾ അടച്ചിരുന്നു. എന്നാൽ ഓഫീസ് ജീവനക്കാരും ദൈനംദിന യാത്രക്കാരും ബുദ്ധിമുട്ടിലായി. പ്രദേശവുമായി പരിചയമില്ലാത്ത വിനോദസഞ്ചാരികൾക്ക് ബദൽ റൂട്ടുകൾ കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടു. സംഗത് ഉത്സവത്തോടനുബന്ധിച്ച് കുംഭർജിയോ കനാലിൽ ഗതാഗത നിരോധനം. പരമ്പരാഗത സാംസ്കാരിക ഉത്സവമായ സംഗത് ഉത്സവത്തിന്റെ ഭാഗമായി അവശ്യ സേവനങ്ങൾ ഒഴികെ ഓഗസ്റ്റ് 30 വൈകിട്ട് 5 മുതൽ ഓഗസ്റ്റ് 31 വൈകിട്ട് 7 വരെ കുംഭർജിയോ കനാലിൽ ബാർജുകളുടെയും ബോട്ടുകളുടെയും ഗതാഗതം നിരോധിച്ചു. ബനസ്താരി മുതൽ
പുതിയ ഗൗണ്ട്ലിയും കുംബർജോ പാലം വരെയുള്ള പ്രദേശത്താണ് നിരോധനം. പെട്രോളിംഗ് ബോട്ടുകൾ പകൽ സമയം റെഡ് ഫ്ലാഗുകളും രാത്രി സിഗ്നൽ ലൈറ്റുകളും പ്രദർശിപ്പിക്കും. ഈ ബോട്ടുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് വെസൽ ഓപ്പറേറ്റർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.